പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് വിപണിയിൽ ലഭ്യമാണ്. അടുത്ത കാലത്ത് എറണാകുളത്ത് നിന്ന് ഐഫോണിന്റെയും സാംസങ്ങിന്റെയും ഒക്കെ ആക്സസറീസും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന മൊബൈൽ ഫോണുകൾ, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോണുകളൊക്കെ ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാ മാർഗങ്ങളും വളരെ എളുപ്പം നമുക്ക് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ മാർഗം IMEI നമ്പറിലൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. IMEI നമ്പർ എവിടെ ലഭിക്കുമെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിയ കാർട്ടൂൺ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ കാർട്ടൂണിന് മുകളിൽ നിങ്ങൾക്ക് IMEI സ്ലോട്ട് 1, IMEI സ്ലോട്ട് 2 എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. ഈ 2 ഓപ്ഷനിൽ 2 നമ്പറുകൾ കാണാം. ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കൈവശം കാർട്ടൂൺ ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡയൽ പാഡിൽ ഞാൻ ഡയൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഡയൽ ചെയ്യുക *#06# എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് IMEI നമ്പറിന്റെ ഒരു പോപ്പപ്പ് ഓണായി കിട്ടുന്നതാണ്. ഇവിടെയും 2 IMEI നമ്പർ ഉണ്ടാവും. ഇതിൽ നിന്ന് ഏത് നമ്പർ വേണമെങ്കിലും ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയെടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ IMEI നമ്പർ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന്റെ സെർച്ച് ബാറിൽ നിങ്ങൾ IMEI എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് IMEI നമ്പറിന്റെ ഓപ്ഷൻ എടുക്കാനുള്ളത് ലഭിക്കും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിനകത്ത് നിന്നും IMEI നമ്പർ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് IMEI നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിലും, യൂട്യൂബിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ 10 സെക്കൻഡുകൾ എടുത്തിട്ടോ വളരെ സാവധാനത്തിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ചെക്ക് യുവർ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെയുള്ള ചെക്ക് യുവർ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഈ വെബ്സൈറ്റിൽ ചില സമയത്ത് ഒരു പരസ്യം കാണിക്കേണ്ട പോപ്പപ്പ് വരും. ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഓപ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരസ്യം കാണുക. ഓക്കെ, അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു IMEI നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു സെർച്ച് ബാർ ഉണ്ടാവും. ജസ്റ്റ് അതിൽ നിങ്ങളുടെ നേരത്തെ കോപ്പി ചെയ്ത IMEI നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചെക്ക് IMEI എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം Realme 13 Pro Plus ആണ് എൻ്റെ ഫോണ്. അത് തന്നെയാണ് 13 Pro Plus ആണ് മോഡൽ, Realme ആണ്. എല്ലാം കൃത്യമാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ഫോൺ മോഡലും ഫോൺ കമ്പനിയും കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ് ആയിരിക്കണം. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ S22 ആണെങ്കിൽ ഇവിടെ S22, ഇവിടെ സാംസങ് എന്നൊക്കെ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ടാകണം. ഇനി നിങ്ങൾ കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഫോണിൻ്റെ മോഡൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, എൻ്റെ ഫോൺ ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, റിലീസ് ചെയ്ത ഡേറ്റ് Android 14 ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. എത്ര മെമ്മറി ആണെന്നുള്ള ഡീറ്റെയിൽസ് പോലും ഇതിനകത്തുണ്ടാവും. 5G ആണ്. എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സെയിം ഫോണാണ് ഇതിൽ കാണിക്കുന്നതെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒറിജിനൽ ആയിരിക്കും. ഓക്കെ, ഇനി IMEI ചെക്ക് ചെയ്യുന്നതിൽ നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതൊരു റെഡ്മിയുടെ ഫോണാണ്, റിയൽമിയുടെ ഫോണല്ല. ഓക്കെ, ഓരോ കമ്പനിയുടെയും ഫോണിന് അവരുടേതായ ചില ആപ്ലിക്കേഷൻ ഫോണിലുണ്ടാവും. അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഫോണിൽ തന്നെ ഇതിപ്പോൾ റെഡ്മിയുടെ ഫോണായതുകൊണ്ട് തന്നെ MIയുടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം MI സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. നമ്മുടെ വ്യാജ ഫോണാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാവില്ല. അതായത് കമ്പനിയുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതായത് സാംസങ് ഫോൺ ആണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ അല്ലാതെ തന്നെ സാംസങ്ങിന് ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. അതുപോലെ തന്നെ റിയൽമി ആണെങ്കിൽ റിയൽമി സ്റ്റോർ, അതുപോലെ തന്നെ റിയൽമിൻ്റെ തന്നെ ആപ്പ് സ്റ്റോർ ഉണ്ട്. അതുപോലെ ഓപ്പോ, വിവോ, OnePlusനൊക്കെ അവരുടേതായ ആപ്ലിക്കേഷൻ ഫോണിലുണ്ടാകും. അങ്ങനെ കമ്പനിയുടേതായ ഒരു ആപ്ലിക്കേഷനും ഇല്ല, ഗൂഗിളിൻ്റെയും കുറച്ച് ആപ്ലിക്കേഷനുമാണ് കാണുന്നതെങ്കിൽ അത് ഫേക്ക് ഫോണാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിലും നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഞാൻ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ നിങ്ങളുടെ ഫോൺ ഏതാണ്, ഇപ്പോൾ ഓപ്പോ ഫോണാണെങ്കിൽ ഓപ്പോ എന്ന് എഴുതിയിട്ട് വാറണ്ടി ചെക്ക് എന്ന് സെർച്ച് ചെയ്യുക.
ഇനി റെഡ്മി ഫോൺ ആണെങ്കിൽ റെഡ്മി വാറണ്ടി ചെക്ക്, റിയൽമി ആണെങ്കിൽ റിയൽമി, ഇങ്ങനെ ഓരോ കമ്പനിക്കും വാറണ്ടി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓപ്പോയുടെ സൈറ്റ് ആദ്യം തന്നെ വന്നിട്ട്, എന്നിട്ട് അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ IMEI നമ്പർ കോപ്പി ചെയ്തിട്ടില്ലേ, അതുപോലെ IMEI നമ്പർ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരുന്നതാണ്. ഞാനൊന്ന് റിയൽമിയുടേത് അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നേരത്തേതുപോലെ തന്നെ റിയൽമി വാറണ്ടി ചെക്ക് എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ റിയൽമിയുടെ വെബ്സൈറ്റ് ലഭിക്കുന്നുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത IMEI നമ്പർ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ക്യാപ്ചയൊക്കെ ഉണ്ടാവും ചില സൈറ്റിൽ. ആ ക്യാപ്ച കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ മോഡൽ, അതായത് നമ്മുടെ ഫോണിൻ്റെ കറക്റ്റ് കളറും ഡീറ്റെയിൽസും എത്ര GB ആണ് എല്ലാത്തിൻ്റെയും താഴെ നമ്മുടെ വാറണ്ടി ഏത് വർഷം വരെ ഉണ്ടെന്ന് പോലും നമുക്ക് കാണിക്കുന്നതാണ്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന സെറ്റാണെങ്കിൽ ഇന്ത്യൻ വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കില്ല. അതുപോലെ തന്നെ വ്യാജ ഫോണാണെങ്കിലും നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ IMEI നമ്പർ ഇതിൽ കാണിക്കില്ല. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് പറ്റുന്നത്. ഈ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ഫോണിന് മാത്രമേ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓപ്പോ, വിവോ, OnePlus, റെഡ്മി, റിയൽമി അങ്ങനെയുള്ള എല്ലാ ഫോണിനും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സാംസങ്ങിന് ഇങ്ങനെയല്ല. സാംസങ്ങിന് ഫോണിൽ തന്നെ ഉണ്ട് ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളും ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.